ഹായ്, ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ എന്തിനാ ഒരാളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്? നമുക്കില്ലാത്ത കഴിവ് അവർക്ക് ഉണ്ടായതുകൊണ്ടല്ലേ അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. വേറെ ആരെക്കുറിച്ചുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ മരിച്ചുപോയ സുധിയുടെ ഭാര്യ രേണു സുധിയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ. അവരുടെ കൂടെ വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ റീൽസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ആൽബം ചെയ്യുന്നതിനുമൊക്കെ അവരോട് ഇഷ്ടമുള്ളവർ അവരുടെ കൂടെ ചെയ്യുന്നതിന് നമ്മൾ എന്തിനു വിഷമിക്കുന്നത്? നമ്മുടെ ആരെങ്കിലും ആണോ അവരുടെ കൂടെ അഭിനയിക്കുന്നത്? അവർ ഏതെങ്കിലും രീതിയിൽ ജീവിച്ചു പോക്കോട്ടെ. അവരെന്താ മാന്യതയില്ലാത്ത അതിൻ്റെ അകത്ത് ചെയ്തത്? ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ കുറേ വീഡിയോസ് അവരുടെ കണ്ട് നോക്കിക്കോട്ടോ. എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും പറയാനായിട്ടില്ല. മാന്യമായ രീതിയിൽ ഡ്രസ്സ് ധരിച്ച് മാന്യമായ രീതിയിൽ അവരുടെ എന്തെങ്കിലും പോരായ്മയുണ്ട് അവരുടെ കുടുംബക്കാരല്ലേ സഹിക്കുന്നത്. നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസം പറയുന്നവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു നേരത്തേത് അവർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റാത്തപ്പം നമ്മൾ ആരെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കരുത്. നമ്മളൊരു നല്ല കാഴ്ചപ്പാടിൽ കണ്ടു നോക്കിക്കേ. അപ്പോൾ എന്താ കുഴപ്പമെന്ന്? ഇപ്പം കഴിഞ്ഞ ആഴ്ചയെല്ലാം കണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറഞ്ഞേക്കുന്നു. യൂട്യൂബ് ചാനൽ തുറന്നാൽ ഇവരേ ഉള്ളൂ, ഇവരുടെ ശല്യം കാരണം സഹിക്കാൻ വയ്യെന്ന്. അങ്ങനെയുള്ളവർ അവരുടെ ചാനൽ കാണണ്ടാന്നേ. അവരുടെ വീട്ടിലുള്ള അവരുടെ ഭർത്താവോ മക്കളോ അല്ലെ അവരുടെ മരുമക്കളോ അവരുടെ ആരെങ്കിലെങ്കിലും കൂടിയാണോ ഈ പെങ്കൊച്ച് അഭിനയിക്കുന്നത്? ഒന്നുമല്ലല്ലോ. നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ പോരെ. ഉടനെ സ്റ്റേഷനിലോട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞേക്കുന്നു. കൊച്ചു കുട്ടികളൊക്കെ കാണുന്ന ചാനലല്ലേന്ന്. അപ്പം ഇതിലും വൃത്തികേടായിട്ട് ഓരോരുത്തരും എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നു. അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് നിന്ന് ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല. ഞാൻ നോക്കിയിട്ട് ഇവർ മാന്യമായ രീതിയിൽ മാന്യമായ ഡ്രസ്സ് ഇട്ട് അവർ അഭിനയിക്കുന്നു. അവരുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുടെ കൂടെ അവർ അഭിനയിക്കുന്നു. ഷോർട്ട് ഫിലിമിലോ സിനിമയിലോ ഒക്കെ എന്തെങ്കിലും കാണിച്ച് അവർ ജീവിക്കട്ടെന്നേ. വേറെ മോശപ്പെട്ട ഒരു കാര്യമല്ലല്ലോ ചെയ്യുന്നത്. നല്ല രീതിയിൽ അവർ ജീവിച്ചു പോട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് വിമർശിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അവരുടെ കുറേ വീഡിയോസ് എല്ലാം കണ്ടായിരുന്നു കേട്ടോ. അവരെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക. ആരുടെയെങ്കിലും നല്ല രീതിയിലുള്ളൊരു സിനിമയിലൊക്കെ കയറിക്കൂടി കുടുംബം രക്ഷപ്പെടട്ടെന്നേ. അല്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ചാനലിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ പാവം പിടിച്ച പയ്യനെ അവരുടെ മോനെ പിടിച്ചിരുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളും ഈ അമ്മയെക്കുറിച്ച് പറയുകയും എടുക്കുകയും ചെയ്യുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ ഈ മോനോട് അഭിപ്രായം ചോദിച്ചാൽ ആ മോൻ്റെയും കൂടെ അഭിപ്രായത്തിലാണ് ഓരോരോ കാര്യങ്ങൾ. ഉടനെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മോന് നാണക്കേടാണോ? അമ്മയുടെ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാറുണ്ടോ? എടുക്കാറുണ്ടോ? ഒരു പ്രശ്നമില്ലാത്തടത്ത് നമ്മൾ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, അവരുടെ മോന് പ്രശ്നമില്ല, അവരുടെ കുടുംബക്കാർക്ക് ആർക്കും പ്രശ്നമില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കല്ല ഈ പ്രശ്നം. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ പ്രശ്നമോ എന്തിൻ്റെ വിഷമോ? നിങ്ങളൊക്കെ ലോകം നന്നാക്കാനും നാട് നന്നാക്കാനും ആൾക്കാരെ നന്നാക്കാതെയുണ്ടല്ലോ. അവനവൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു സ്പ്രേ കുപ്പിയുടെ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ തന്നെ ഇടുന്ന ഈ ഡ്രസ്സ് നമ്മൾ ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി അല്ലെ പിറ്റേ ദിവസം ഇത് ഇട്ടേച്ചിട്ട് ഊരിയിട്ടു. ഈ ഇട്ട ഡ്രസ്സ് നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം ഡ്രസ്സ് ഇടാൻ പറ്റുമോ? നമ്മുടെ വിയർപ്പ് നാറ്റം കൊണ്ട് ഇല്ലല്ലോ. അങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് പറയണം കേട്ടോ. ആ സ്പ്രേക്ക് സൂതിച്ചേട്ടൻ്റെ ഒരു സാന്നിധ്യം വേണോ, അല്ലെങ്കിൽ ആ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് വേണമെന്ന് തോന്നുമ്പോൾ അവരതൊന്ന് എടുത്ത് മണത്ത് നോക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഡ്രസ്സേൽ അടിച്ചുകൊണ്ട് നടക്കാനുള്ളതല്ലെന്ന് അവർ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മോനും പറയുന്നുണ്ട് ആ സ്മെല്ല് നമുക്ക് പറ്റത്തില്ല, അതിങ്ങനെ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്നതല്ലെന്ന്. പക്ഷേ അതങ്ങ് വലിച്ച് നീട്ടി കൊണ്ടുപോക്ക് എന്തൊക്കെ പ്രകടനങ്ങളാണ്. നമ്മളത് ഓരോരുത്തരെ വിമർശിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങളോട് ഒന്ന് നോക്കണം. നമ്മളെ കൊണ്ട് പറ്റുമോയെന്ന്. ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ വിമർശിക്കാതിരിക്കുക. ഞാനിപ്പം എന്നെ വന്ന് ഈ ചാനലിൽ വന്ന് പൂരെ ചീത്ത പറയും, ഞാൻ അവർക്ക് സപ്പോർട്ടാണെന്നും പറഞ്ഞ്. ഞാൻ 100% അവർക്ക് സപ്പോർട്ടാകട്ടോ. അവരുടെ നല്ല രീതിയിൽ അവർ ജീവിച്ചു പോട്ടെ. അപ്പോൾ ആ ഒരു മനോഭാവത്തോടെ നമ്മൾ അവരുടെ വീഡിയോയും വ്യൂസും ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ കണ്ടേ, നമ്മുടെ രേണു സുധി നമ്മുടെ നാഗച്ചേച്ചിനെ തോപ്പിച്ച് കളഞ്ഞെന്നാണ് പറയുന്നത്, ചീത്ത വിളിക്കുക. ചിലപ്പോൾ അവർ മടുത്തിട്ടായിരിക്കുമെന്നേ. അവർ നല്ലൊരു ഡ്രസ്സ് ധരിച്ചാൽ ഒന്ന് വണ്ടിയെ കയറിയാൽ അവരുടെ ചെരുപ്പിന് വരെ കുറ്റം പറഞ്ഞെന്നാണ് പറഞ്ഞ്. അവർ ചോദിക്കുന്നുണ്ടല്ലോ ഒരു വീഡിയോയിൽ, ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം സതി അനുഷ്ഠിക്കണമെന്ന്. അതൊക്കെ പണ്ടല്ലായിരുന്നോ? എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ, എൻ്റെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇറങ്ങിയേ പറ്റുള്ളൂ അവർ പറയുന്നുണ്ട്. അവരെ ഒരു ലിഫ്റ്റിക്ക് ഇട്ടത് കുറ്റം, പൊട്ട് തൊട്ടത് കുറ്റം, ഇതെല്ലാം അവർക്ക് കുറ്റമാണ്. അതുകൊണ്ടാണ് അവർ ആ ചീത്ത വിളിച്ചത്, അല്ലാതെ വേറൊരു കാര്യം കൊണ്ടുമല്ല. പിന്നെ അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകുമെന്നേ. അതൊക്കെ അവരുടെ കുടുംബക്കാരെ നികത്തിക്കോളും. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റ.